ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ മസ്കറ്റിലുള്ള അത്രാസൂക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് പോകാൻ തന്നെ ഇങ്ങനെ റൂമിലിരുന്നപ്പോഴാണ് നമ്മളൊരു ന്യൂസ് കണ്ടത് ഫോണിൽ. അങ്ങനെ ഇലക്ട്രിക് ബസ് ഇന്ന് സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ ഇന്ന് രാവിലെ 2:30 തൊട്ട് രാത്രി 10 മണി വരെ ഫ്രീ സർവീസാണ് എന്ന് പറഞ്ഞു. അപ്പോൾ കാക്കൊന്ന് എന്നാൽ പോയാലോ എന്ന് വെച്ച് പറഞ്ഞു. പോകണോ എന്നൊക്കെ ചോദിച്ചാൽ പിന്നെ എന്നാൽ ഓക്കെ നമുക്ക് പോകാൻ. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്തു. എന്നാൽ അവിടുത്തെ കുറച്ച് മദ്രാസൂക്കിൽ നമുക്ക് കാണാൻ പറ്റുക എന്താ വെച്ചാൽ പഴയ കാലത്ത് പണ്ടത്തെ കാലത്തുള്ള നാണയങ്ങൾ, അവർ ഉപയോഗിച്ചിരുന്ന ഓരോ വസ്തുക്കൾ, നമുക്ക് ഒരു ഓർമ്മ, പഴയകാല ചരിത്രങ്ങൾ കാണാൻ പറ്റുന്നൊരിതാണ്. ഇത് കണ്ടോ, പണ്ടത്തെ നാണയങ്ങളാണ്. ഇതെന്തോ ശംഖ് പോലത്തെ, എനിക്കും എന്താ ഒന്നും മനസ്സിലായില്ല. ഇത് നല്ല മോതിരത്തിൻ്റെ ഒരു കല്ല്. നമ്മൾ പറയല്ലോ പണ്ടത്തെ ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ പണ്ടത്തെ ഒരു ചരിത്രം കാണാൻ പറ്റിയൊരു സ്ഥലം ഒമാനിൽ. ഇതൊക്കെ അവിടുത്തെ പഴയകാല ഓരോ നല്ല നല്ല ഭംഗിയുള്ള മിനിയേച്ചറുകളുണ്ടല്ലോ. കണ്ടോ, ആന, അത്ഭുത വിളക്ക്, അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് പറയുന്ന പോലെയൊക്കെ നമുക്കിങ്ങനെ നല്ല ഭംഗിയുള്ള, എന്താ പറയുക, പടയാളിൻ്റെ അങ്ങനെ എന്തോ പറയുമല്ലോ നമ്മൾ. അങ്ങനെ ഇവിടെ അധികം ടൂറിസ്റ്റുകളുടെ ഒരു ഏരിയയാണ്. എന്താ വെച്ചാൽ ഈ മത്രൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ കപ്പൽ വന്ന് നിൽക്കുന്ന സ്ഥലമാണ്. അപ്പം ഒരുപാട് വിദേശികളാണ് ഇവിടെ വരുന്നത് സാധനങ്ങൾ വാങ്ങാനും ഒക്കെ. എന്താ വെച്ചാൽ ഈ തിങ്സിനൊക്കെ ഭയങ്കര വിലകളാണ്. നമ്മളൊക്കെ ഇങ്ങനെ വന്നിങ്ങനെ കണ്ടു പോവാന്നല്ലാണ്ട് ഇതൊക്കെ ഈ വിദേശികൾ വന്ന് കണ്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് അവർക്ക് റൂമിൽ ഷോ പീസായിട്ട് വെക്കാനുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. പിന്നെ ഡ്രസ്സ് അങ്ങനത്തെ ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ മലയാളീസ് ഉണ്ട് അവിടെ കടകളിൽ. അപ്പോൾ നമ്മളിങ്ങനെ വിളിക്കും. എനിക്ക് അധികം ഓർമ്മ വരും എന്താ വെച്ചാൽ മുട്ടായി തെരുവില്ലേ, നമ്മൾ കോഴിക്കോട് മുട്ടായി തെരുവിൽ പോയി ഇങ്ങോട്ട് കയറിക്കോളി എന്നൊക്കെ പറയും. അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. ഇല്ലാത്തവരിങ്ങനെ കൈ കെട്ടി അങ്ങനെ നിൽക്കും. നമ്മളിങ്ങനെ അങ്ങനെ എടുത്തും. ചില ആൾക്കാർ പറയും നിങ്ങൾ എടുത്തോളിയും ഫോട്ടോ എടുത്തോളിയും കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയും. പക്ഷേ ചില ആളുകൾക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. കണ്ടോ, പഴയ കാലത്തെ സാധനങ്ങളാണ് ഇതൊക്കെ. പിന്നെ ഏതാണ്ട് ആഭരണങ്ങളാണ് ഇവിടെ മെയിനായിട്ട് കാണാൻ. നമുക്കത് കാണാം കേട്ടോ, എന്താ ഭംഗി. ഞാൻ കാക്കുവിനെ മുന്നിൽ നിർത്തി ഞാനിങ്ങനെ ബാക്കിൽ വീഡിയോ എടുത്ത് ഇങ്ങനെ പോവാണ്. സത്യത്തിൽ എനിക്ക് പേടിയുണ്ട് വീഡിയോ എടുക്കാൻ. എന്താ വെച്ചാൽ ആരുടെയും ചീത്ത കിട്ടുമോ എന്താണെന്നറിയില്ല. ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നൊരു വീഡിയോ ആണ് ഇത്. ഇവിടെ മസ്കറ്റിൽ വന്നിട്ട് ഇത് തുടങ്ങണം എന്നുള്ള ഒരിതിൽ ഞാൻ ചെറുതായിട്ടങ്ങ് എടുത്ത് തുടങ്ങിയതാണ്. പിന്നെ ഏതാണ്ട് ഇവിടുത്തെ സ്പൈസസ് ആണ് തോന്നുന്നു ഇതൊക്കെ. സ്പൈസസും ഉണ്ട്, അല്ലാതെ മറ്റേ ഈ കുന്തിരിക്കം, മറ്റേ എന്താ പറയുക നമ്മൾ അങ്ങനത്തെ ഒക്കെ സാധനങ്ങളുണ്ടല്ലോ, അതാണിത് മെയിനായിട്ട് കിടക്കുന്നത്. ഇതെന്താ ചൂരൽ, നമ്മൾ അടിക്കാനല്ലേ ഉപയോഗിക്കുക. ഇവിടെ ഇവരെ ഒമാനികളുടെ ഒരു ഡാൻസ്, അവരിതൊരു ഇതായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു വടിയാണത്. അപ്പം ഞാനിങ്ങനെ ഞാനിങ്ങനെ കണ്ടപ്പോൾ നിങ്ങളെയും കൂടെ ഇതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്നുള്ള ഒരു ഇതിലങ്ങ് എടുത്തതാണ്. അതാണ്ട് കഴിഞ്ഞ് ഞങ്ങൾ ഇതാണ്ട് കടൽ മാത്രം ഞാൻ പറഞ്ഞില്ലേ തൊട്ടപ്പുറത്ത് തന്നെ ബീച്ചാണ്. കപ്പൽ നിൽക്കുന്ന കണ്ടോ സ്ഥലം, തൊട്ട് ബാക്കിൽ അത്രയും വെള്ളത്തിലുണ്ട്. അത്രയും ആഴമുണ്ട്. അതുകൊണ്ടാണ് ആ കപ്പൽ അവിടെ വന്ന് നിർത്തിയിട്ടുള്ളത്. കാക്കൂനെ വെച്ചിട്ട് ഞാനിങ്ങനെ ഫോട്ടോ എടുക്കുക അങ്ങനെ ചെയ്യാം. അപ്പോൾ പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടാൽ, നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.